അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി വളർച്ചയ്ക്കുള്ള ഇതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചോദിക്കുന്നുണ്ട്, അച്ചുവിൻ്റെ മുടിക്ക് എന്നതൊക്കെയായിരുന്നു ചെയ്തതെന്നുള്ളത് ചോദിച്ചതിന് ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ ഇടപെട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നതൊക്കെയാണ് മുടിക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു ടിപ്സ് ഞാനും എൻ്റെ മുടിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഹോർമോണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മുടിക്ക് നല്ല പൊഴിച്ചിലുണ്ട്. അതുപോലെ തന്നെ മുടി വളരാനും ഇച്ചിരി താമസമാണ്. കാര്യം ഹോർമോണൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. ചിലർ മുടി നല്ലതായിട്ട് വളരും, ചിലർക്ക് മുടി ശരിക്കും അങ്ങ് പൊഴിയും, അങ്ങനെയൊക്കെയാണ്. എനിക്ക് മുടി ശരിക്കും പൊഴിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുടി പൊഴിയുന്നതിന് ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ മുടിക്ക് ഒരുപാട് മാറ്റം വന്നത്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇവിടെയൊക്കെ മുടികളെല്ലാം അങ്ങ് പോയായിരുന്നു, പൊഴിഞ്ഞ് അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെയറൊക്കെ കിളുക്കാൻ തുടങ്ങിയത് ഈ ഒരു ടിപ്സ് ചെയ്തതിന് ശേഷമായിരുന്നു. പിന്നെ കുറച്ച് നാളായിക്കൊണ്ട് ഞാൻ ചെയ്യുന്നേ ഇല്ലായിരുന്നു. ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ എനിക്കിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൂക്കടപ്പും ഒക്കെ വന്നത്. നല്ല തണുപ്പുള്ളതാണിത്. അപ്പം നിങ്ങൾ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉച്ച സമയങ്ങളിലൊക്കെ ചെയ്യുക. എന്നിട്ട് തലമുടി ചെറു ചൂടുവെള്ളത്തിൽ, ഒരുപാട് ചൂടുവെള്ളത്തിൽ കഴുകരുത്, ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക. അപ്പം നമുക്കത് ഇന്നത്തെ ടിപ്സ് എന്നാ നമുക്ക് നോക്കാം. മുടിക്ക് വളരാനുള്ള മുടി വളർച്ച മാത്രമല്ല കേട്ടോ, മുടി പൊഴിച്ചാലും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ നല്ലതാണ്. നമുക്ക് യാതൊരു ചിലവും ഇല്ല. നിസ്സാര കാര്യമാണ്. നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം ചേർത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഒന്ന് നമ്മൾ ചുമ്മാ കളയുന്ന ഒരു സാധനമാണ്, അത് നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എത്ര മുടി വളരുകയെന്ന് പറയുന്നവർക്ക് മുടി വളരുന്നതാണ്. കാര്യം എൻ്റെ മുടി ഞാൻ വളരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ. ഈ ഹോർമോൺ പ്രശ്നമൊക്കെ വന്ന് മുടി ശരിക്കും പോയി കഴിയുമ്പോഴത്തെ ഇനി എൻ്റെ മുടി വളരത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുടിക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അച്ഛൻ്റെ മുടിക്കായിരുന്നു കൊടുത്തത്. പക്ഷേ എൻ്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മുടി നല്ലപോലെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്, മുടി പൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. അത് ഇത് ചെയ്തതിന് ശേഷമാണ്. ഇത് തന്നെയല്ല, ഞാൻ അച്ഛൻ ചെയ്യുന്ന മിക്ക ടിപ്സും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. നമുക്ക് എന്നാന്ന് വീഡിയോയിലൂടെ കാണാം. ഇത് ഉലുവയാണ്. ഉലുവ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർത്തേച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കും. നല്ലപോലെ തണുപ്പിച്ചാണ്. അപ്പോൾ അത് അരച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് എടുത്തായിരുന്നു, പക്ഷേ അത് വീഡിയോ പതിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളമാണ്, പഴങ്കഞ്ഞി വെള്ളം. അതാണ് കട്ടയായിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ സെറ്റ് ആയിക്കോളുവേ. ഇത് ഉലുവായും കഞ്ഞിവെള്ളവും കൂടെ നല്ലപോലെ അരച്ചതിന് ശേഷം അരിച്ചെടുക്കുവാണ്. ഇങ്ങനെ അരിച്ചെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ തരിതരിയായിട്ട് നമുക്ക് തലപ്പുറത്തെ ഉലുവയുടെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും. കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാമെങ്കിൽ ഒത്തിരി അങ്ങോട്ട് തിക്കല്ല. അല്ലെ പിന്നെ നമ്മൾ വല്ല തുണിക്കകത്ത് എടുക്കണം. പക്ഷെ എനിക്കും തുണിക്കകത്ത് എടുക്കുന്നതിനേക്കാൾ നല്ല ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ല. ഇച്ചിരി വലിയ അരിപ്പയാണെങ്കിൽ നമുക്കിതുപോലെ ജെല്ല് ഫുള്ള് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. എന്തായാലും തലയിലൊക്കെ തേക്കുമ്പോഴത്തേക്ക് തലയിൽ ഇങ്ങനെ ഇതിൻ്റെ ഇതുണ്ട്, ഈ തരിതരി പോലുള്ളത് തലയിൽ പറ്റിയിരിക്കും. അല്ലെങ്കിൽ എത്ര നമ്മൾ അരച്ചെന്ന് പറഞ്ഞാലും ഇതാ ഒരു തരിതരി പോലെ കാണും. അത് തലയിൽ ഇങ്ങനെ പറ്റിയിരിക്കും. അത് കുറേ കഴിയാലേ അത് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജെല്ലാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ശകലം പോലും തലയിൽ പറ്റിയിരിക്കത്തില്ല. ഉലുവയും കഞ്ഞിവെള്ളവും കൂടെ നല്ലപോലെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടോ. ഇനിയിപ്പോൾ അത്രയും ഒരു തരിതരി പോലെ ഇതിനകത്തില്ല. ഇനി ഇത് തലയിൽ പരട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ ജെല്ലെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, മുടിയെല്ലാം നല്ലപോലെ ഒന്ന് കോതി അത് ചീപ്പ് കൊണ്ട് ചീകി തന്നെ ഇനി ചെടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയുക. അതെല്ലാം ഒന്ന് കളഞ്ഞ് വലിയ ചെട വരത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷാമ്പു അച്ഛൻ്റെ അടുത്തേക്ക് നനച്ചില്ല, അതിന് ശേഷം വലിയ ചെട അങ്ങനെ മുടി വരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം മുടി നല്ലപോലെ ഫ്രണ്ടിലോട്ടിട്ട് ബാക്കി നിന്ന് ആദ്യം എണ്ണ തേച്ച് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കി വശത്തുനിന്ന് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് നമുക്കിഷ്ടമുള്ള എണ്ണ തേക്കാം. ഇന്ന എണ്ണയെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും പുരട്ടാം കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാച്ചെണ്ണ ഏതെണ്ണയായാലും കുഴപ്പമില്ല. പക്ഷേ എണ്ണ തേക്കാതെ ഒരിക്കലും നിങ്ങളിത് തലയിൽ പുരട്ടരുത്. എണ്ണ തേച്ചിട്ട് മാത്രമേ തലയിൽ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മുടി ഒരുമാതിരി ചകിരിനാര് പോലെ ഇരിക്കും. നിങ്ങളിത് ഡയറക്റ്റായിട്ട് തലയിൽ തേച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജെല്ലിനകത്തോട്ടാണെങ്കിലും നിങ്ങൾ ഇച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ പറ്റുക. പക്ഷേ എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ള നമ്മൾ മുടിയിൽ ഇച്ചിരി നേരം എണ്ണ പുരട്ടി വെച്ചതിന് ശേഷം ഇത് പറ്റുന്നതാണ് ഇച്ചിരിയും കൂടെ നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പം മുടിയുടെ തുമ്പ് വരെ നല്ലപോലെ എണ്ണ പുരട്ടി കൊടുത്തതിന് മുടിയുടെ ഉള്ളിലോട്ടും പിന്നെ മുടി പുറകിലോട്ട് ഇട്ടതിന് ശേഷം മുടിയുടെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് നല്ലപോലെ എണ്ണ, ഞാൻ ശരിക്കും എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം വേണം മുടി ഇത് പറ്റിയിട്ട്. കാര്യം നല്ലപോലെ നമ്മൾ ജെല്ല് മുടിയിലോട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുടിയുടെ ഫ്രണ്ടിൽ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം ഒരു
10-15 മിനിറ്റ് നേരത്തേക്കെങ്കിലും മുടി നമ്മളൊന്ന് കെട്ടി വെച്ചേക്കുക. ഈ എണ്ണ പുരട്ടിയ ശേഷം. എണ്ണ പുരട്ടി ഉടനെ തന്നെ തലയോട്ട് പുരട്ടാൻ നിൽക്കരുത്. ഒരു 10-15 മിനിറ്റ് നേരത്തേക്കൊന്ന് മുടി നല്ലപോലെ ഒന്ന് കെട്ടി വെച്ചാൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് മുടി അങ്ങനെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷമേ നമ്മൾ ഈ ജെല്ലൊന്ന് പുരട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നല്ലപോലെ തലമുടിയിലൊക്കെ ഒന്ന് മുടിയുടെ തുമ്പ് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി അത് നല്ലപോലെ മുടിയൊന്ന് കെട്ടിയെല്ലാം വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തലയിലോട്ട് ഇനി ജെല്ല് പുരട്ടി തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി താമസിച്ചു. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരമേ തലയിൽ എണ്ണ വെക്കുന്നുള്ളൂ കേട്ടോ. 10 മിനിറ്റ് നേരം തലയിൽ എണ്ണ വെച്ചതിന് ശേഷം തലമുടി എണ്ണ പറ്റിയതിന് ശേഷം ഞാൻ ജെല്ലങ്ങ് പറ്റണം. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ തലയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെപ്പിച്ചതിന് ശേഷം ഞാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷമാണ് തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയെല്ലാം കെട്ടി വെച്ചതിന് ശേഷമാണ് തല ജെല്ല് പരട്ടി തുടങ്ങുന്നത്. തലമുടിയെ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് വേണം തലമുടിയെ പരട്ടി കൊടുക്കാനായിട്ട്. അപ്പം ഇത് ഒരുപാട് നമ്മുടെ മേത്തൊന്നും അങ്ങനെ വീഴുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കൈകൊണ്ടിങ്ങനെ പുരട്ടി തേക്കാവുന്നതാണ്. തലയുടെ സ്കാൽപ്പിലേക്ക് വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട്. സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് കൊടുക്കാം. മുടിയിലും തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് കൊടുക്കണം. ഇത് മുടി വളരാനും താരം പോകാനും എല്ലാം നല്ലതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള 2 കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നത്. അതുകൊണ്ട് മാത്രം നിങ്ങളിത് ഒരാഴ്ച ഒന്ന് ഇത് സ്ഥിരമായിട്ട് തേച്ച് വെക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. മുടിക്ക് നല്ല വ്യത്യാസം വരുന്ന അറിയാം. നല്ല വ്യത്യാസം വരും. മുടിക്ക് നല്ല വളർച്ച കിട്ടുന്ന നിങ്ങൾക്ക് നീളം വെക്കുന്ന പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ തലമുടിയെ മുഴുവനും ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. എല്ലാം പറ്റിയതിന് ശേഷം മുടിയിലും കൂടെ നല്ലപോലെ പരട്ടി കൊടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ മുടിയുടെ തുമ്പ് വരെ പരട്ടി കൊടുക്കുക. എന്നിട്ട് മുടി തലയിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനിയൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് തല കഴുകിയാൽ മതി. മുടി കെട്ടി വെച്ചു. 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി മുടി കഴുകിയാൽ മതി കേട്ടോ. നല്ലപോലെ മുടി ഒലച്ച് കഴുകിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്നതൊക്കെയാണ് മുടിക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ മുടി എന്നാ അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എൻ്റെ മുടി നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, എൻ്റെ മുടി ഒരു ശകലം പോലും നീളമില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മുടിയുടെ ഇവിടെ ഞാൻ കെട്ടിയിട്ടേക്കുവാണ്. ഇത്രയിലുമൊക്കെ നീളം എനിക്ക് വെച്ചത് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് മുടിക്കൊന്ന് ഉള്ളുണ്ടാക്കാൻ തുടങ്ങിയതും മുടിക്ക് ഇച്ചിരി നീളം വെച്ചതും എല്ലാം. ശരിക്കും ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിടാറേ ഇല്ലായിരുന്നു. കാര്യം മുടി അഴിച്ചിടാനായിട്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അതുപോലെ എൻ്റെ മുടി ഊരിപ്പോയി. ഊരി തന്നെയല്ല, പൊട്ടിയൊക്കെ അങ്ങ് പോവായിരുന്നു. മുടി ഒട്ടും ഒരു ഹെൽത്ത് ഇല്ലാത്ത പോലായിരുന്നു. മുടി കാണുമ്പോഴേ അറിയായിരുന്നു. അങ്ങനെ ഇരുന്ന മുടിയാണ് കേട്ടോ. അത് ഇത്രയൊക്കെ ആക്കി എടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്താണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ പോലും നിങ്ങളൊരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ എന്നിട്ട് എന്നാണ് നമുക്ക് 10 പൈസ മുടക്കില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ദിവസം ഒന്ന് തലയിൽ തേച്ച് നോക്കുക. പിന്നെ ജലദോഷം അങ്ങനെയുള്ളവരൊക്കെ ദിവസം തലയിൽ തേച്ച് പനിയൊക്കെ പിടിപ്പിക്കരുത്. ഇപ്പോൾ എന്നാൽ ചൂട് സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് തലയിലൊന്ന് പുരട്ടുക. വൈകുന്നേരങ്ങളിൽ പുരട്ടാതിരിക്കുക. കാര്യം അത് കഴിയുമ്പോഴത്തേക്ക് തണുപ്പാവും. നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഏത് അസുഖവും മനുഷ്യർക്ക് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് വൈകുന്നേരങ്ങളല്ലാതെ ഉച്ച സമയങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് റിസൾട്ട് വെക്കുക. പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ലാത്തതല്ലേ, നമുക്ക് കണ്ടില്ല, നമ്മൾ കളയുന്ന ഒരു സാധനം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ടിപ്സും പിന്നെ നമ്മുടെ കുക്കിങ്ങും പിന്നെ ബ്യൂട്ടി ടിപ്സ്, ഹെയർ ടിപ്സ് എല്ലാം കൂടെ ഒക്കെ ചേർന്ന് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.